എന്തിനാണ് മരണവും ജീവിതവും അള്ളാഹു സൃഷ്ടിച്ചത്? ജീവിതവും മരണവും അള്ളാഹു എന്തിനാണ് സൃഷ്ടിച്ചത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും മികച്ച ഇബാദത്തുകൾ, അമലുകൾ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടി. അഹ്സനു അമൽ എന്നുള്ളത് വിശദീകരിക്കപ്പെട്ടത് അഖ്ലസുഹു വ അസ്വബുഹു, ഇഖ്ലാസ് ഉള്ളതും സവാബായതും. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമുള്ളത്, തൗഹീദ്. ശരിയായതാണ് നബി ചെയ്തതുപോലെ ഉള്ളത്, സുന്നത്തനുസരിച്ചുള്ളത്. അപ്പൊ നാം അഹ്സനു അമല, ഏറ്റവും നല്ല അമല ആരാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ അമലുകൾ ചെയ്യുന്നത് ആര്, നബിചര്യയോട് യോജിച്ചുകൊണ്ട് ബിദ്അത്തുകൾ വർജിച്ച് ശരിയായ അമലുകൾ ചെയ്യുന്നത് ആര് എന്നാണ് അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫുളൈൽ ഇബ്നു അയാദ് റളിയല്ലാഹു അൻഹു ആണ് ഈ കാര്യം വിശദീകരിച്ചു കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു അഖ്ലസും അസ്വബുമായിരിക്കണം എന്ന് പറയുമ്പോൾ ഫുളൈൽ ഇബ്നു അയാദ് തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു, അഹ്സന അമൽ എന്ന് പറഞ്ഞാൽ അഖ്ലസായ അമലും അസ്വബായ അമലും, ഏറ്റവും ഇഖ്ലാസുൽ അല്ലാഹുവിന് മാത്രമുള്ള അമലും ശരിയായ രൂപത്തിൽ നിർവഹിക്കുന്ന അമലുമായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? യാ അബാ അലി മാ അഖ്ലസുഹു വ അസ്വബുഹു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ വലം യകുൻ സവാബൻ ലം യുഖ്ബൽ. ഒരു അമൽ ഒരാൾ ചെയ്തു, അത് അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്തത്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെയല്ല എങ്കിൽ ആ അമൽ സ്വീകരിക്കപ്പെടുകയില്ല. വൈദാക്കാന സവാബൻ, ഒരാൾ നബി പഠിപ്പിച്ചതുപോലെ അമൽ ചെയ്തു, വലം യകുൻ ഖാലിസൻ, പക്ഷേ അള്ളാഹുവിന് വേണ്ടി മാത്രമല്ല നാട്ടുകാരെ ബോധ്യപ്പെടുത്താനാണ് അയാൾ ചെയ്തത്, നബി പഠിപ്പിച്ച അമൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, ലം യുഖ്ബൽ, ആ അമലും സ്വീകരിക്കുകയില്ല. ഹത്താ യകൂന ഖാലിസൻ സവാബൻ, നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ഇബാദത്തുകളും അത് ഖാലിസുമായിരിക്കണം, സവാബുമായിരിക്കണം, അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുസരിച്ചുള്ളതും ആയിരിക്കണമെന്ന് അദ്ദേഹം കൃത്യമായി പഠിപ്പിച്ചു. ഖാലിസ് എന്ന് പറഞ്ഞാൽ അൻ യകൂന ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ആയിരിക്കുക. സ്വവാബ് എന്ന് പറഞ്ഞാൽ അൻ യകൂന അല സുന്ന, സുന്നത്തനുസരിച്ചായിരിക്കുക. ഈ പ്രകാരമാണ് നമ്മൾ ഇബാദത്തുകൾ നിർവഹിക്കേണ്ടത് എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഗതിയാണ്. ആ നിലവാരത്തിൽ ചെറുതും വലുതുമായ എല്ലാ ഇബാദത്തുകളും ഈ നിയമാവലികൾ പാലിച്ചുകൊണ്ട് നിർവഹിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ചില പണ്ഡിതന്മാർ ഇനി അനുബന്ധമായി മറ്റു ചില ഷർത്തുകൾ, അത് വാജിബല്ലെങ്കിലും ആ ഷർത്തുകൾ കൂടി ഉണ്ടെങ്കിൽ ഇബാദത്തിന് പൂർണ്ണമായ പ്രതിഫലം കിട്ടും. ഒന്ന്, ഒരാൾ ഒരു ഇബാദത്ത് ചെയ്യാൻ തീരുമാനിച്ചാൽ മുസാറഅത്ത്, വളരെ പെട്ടെന്ന്, അദമു തസ്വീഫ് എന്ന് വൈകരുത്. ഒരു സുന്നത്ത് നിസ്കരിക്കണം ഒരാൾ വിചാരിച്ചാൽ അത് പെട്ടെന്ന് നിസ്കരിക്കുക. സദഖ കൊടുക്കാൻ തീരുമാനിച്ചാൽ എന്ത് തന്നെ ചെയ്യാം. ഹജ്ജ് ചെയ്യണം എന്നൊരുങ്ങിയാൽ പറ്റുമെങ്കിൽ ഈ വർഷം തന്നെ എന്ത് ചെയ്യുക, ഹജ്ജിന് വേണ്ടി പുറപ്പെടുക. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അമലുകൾ വേഗത്തിൽ അമാന്തം കാണിക്കാതെ, കാരണം നീട്ടിവെച്ചാൽ ചിലപ്പോൾ അത് ചെയ്യാൻ നമുക്ക് സാധിക്കൂല, മരിച്ചു പോയാലോ, അതൊക്കെ ചെയ്യാനുള്ള ആരോഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയാലോ. അതുകൊണ്ട് ഒത്തുവരുന്ന സമയത്ത് ഏറ്റവും വേഗത്തിൽ അമലുകൾ ചെയ്യുക എന്നത് ഒരു അമൽ അള്ളാഹു പ്രത്യേകം പരിഗണിക്കുന്നതിന്റെ ഷർത്തായി പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. അതേപോലെ തന്നെ കൃത്യമായി ചെയ്യുക, അൽ അഖ്ദു ബിഖുവ്വ, ശക്തിയോടുകൂടി നമ്മൾ അമലുകൾ സ്വീകരിക്കണം എന്നാണ്. അതായത് എങ്ങനെയാണോ കൽപ്പിച്ചത് അതുപോലെ. നിങ്ങൾക്ക് നാം നൽകിയത് നിങ്ങൾ മുറുകെ പിടിച്ച് ശക്തമായി ഖുവ്വത്തോടുകൂടി ശക്തമായി പിടിക്കണം എന്നാണ് മൂസാ റസൂലുള്ളാഹി അലൈഹി സ്വലാം തന്റെ ജനതയോട് പറഞ്ഞത്. ദീന് പാലിക്കുമ്പം അഴകുഴപ്പനായിട്ടില്ല, സൗകര്യം ഉണ്ടെങ്കിൽ സ്വീകരിക്കും, അല്ലെങ്കിൽ തള്ളിക്കളയും. ചിലപ്പോൾ ഹലാൽ ചെയ്യും, ചിലപ്പോൾ ഹറാമ് ചെയ്യും. ദീനൊക്കെ അറിയാം, ശരിയാണെന്നൊക്കെ അറിയാം. ആളുകളുടെ കൂടെ കൂടുമ്പോൾ ആളുകൾക്കനുസരിച്ച് ഇബാദത്തിൽ വെള്ളം ചേർക്കുന്ന പലരുമുണ്ട്. അങ്ങനെയല്ല ഇബാദത്തുകൾ ചെയ്യേണ്ടത്. ഒരു ഇബാദത്ത് എങ്ങനെയാണോ ചെയ്യേണ്ടത്, കൽപ്പിക്കപ്പെട്ട കാര്യം അതേ പ്രകാരം മുറുകെ പിടിക്കണം. വസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇസ്തിഖാമത്ത് സ്വീകരിക്കണം, നേരെ ചൊവ്വേ ഇബാദത്തുകൾ നിർവഹിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൽപ്പനയുള്ളത്. നമ്മുടെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറയുകയും ഇസ്തിഖാമത്ത് സ്വീകരിക്കുകയും ചെയ്യുന്നവർക്കാണ് മരണസമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ വന്നിറങ്ങുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന ആശംസ കേൾക്കാൻ കഴിയുക. അവർക്കാണ് അള്ളാഹു കൃത്യമായ ആസ്വാദനങ്ങളുള്ള സ്വർഗം ഒരുക്കി വെച്ചിരിക്കുക എന്നും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇബാദത്തുകൾ റബ്ബ് സ്വീകരിക്കുമെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ എങ്ങനെ ഇബാദത്ത് ചെയ്യണം എന്ന് പഠിക്കുന്ന സദസ്സുകളിൽ നമ്മൾ ഉണ്ടായിരിക്കണം. ദീന് നന്നായിട്ട് പഠിക്കണം, കിതാബുകൾ വായിക്കണം, ഉസ്താദുമാരെ കാണണം. ഈ മദ്രസയിൽ 4ാം ക്ലാസ് 5ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ് മാക്സിമം 9ാം ക്ലാസ് ഇതല്ല ദീനിന്റെ ആധാരമെന്ന് മനസ്സിലാക്കുക. ദീൻ പ്രായവ്യത്യാസമില്ലാതെ പലതും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഓരോന്ന് നമ്മൾ പഠിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നാളെ ഖേദിക്കേണ്ടി വരും. പരലോകത്ത് ഖേദിക്കേണ്ട, വിരൽ കടിക്കേണ്ട ദുർഗതിയിൽ നിന്ന് രക്ഷപ്പെടാൻ തക്കവണ്ണം തൗഹീദും അതേപോലെ തന്നെ മുത്താബഅത്തു റസൂലും നിലനിർത്തി ചെറുതും വലുതുമായ എല്ലാ ഇബാദത്തുകളും നിർവഹിക്കുന്ന സച്ചരിതരായ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ.